സുധീഷ് കല്യാണം കഴിച്ചുവെന്ന് അച്ഛൻ പറയുമ്പോൾ കടക്കാരൻ ചോദിക്കും, സത്യമാണോ ഭാസ്കരേട്ടാ? അതെന്താ ആരെ അറിയിക്കാതെ കല്യാണം? വീട്ടുകാരെങ്കിലും അറിയിക്കണ്ടേ? ഭാസ്കരനെ ഇത് വീട്ടുകാർ രാജ. പിന്നെയുള്ളത് ഈ അലവലാതിയൊക്കെയാണ്. ചേട്ടനെ കാണിച്ചാണ് പറയുന്നത്. ഇവനെ കറിച്ച് കല്യാണം നടത്താൻ എനിക്ക് മനസ്സില്ല രാജ. ഗംഗാധരൻ, മൈ ഡിയർ കൂടപ്പുറപ്പേ, നീ ഇവിടെ തന്നെ ഇരുന്നോണം. എൻ്റെ മകനും മരുമകളും ഈ വഴിയാ വരിക. കാണണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ഇവിടെ ഇരുന്ന് കണ്ടോണം. അല്ലാതെ ആ പേരും പറഞ്ഞ് വീട്ടിലേക്ക് വന്നാലുണ്ടല്ലോ. കേട്ടോടോ? ഭാസ്കരൻ പോവാ. എൻ്റെ മോനും മരുമകളും വരുമ്പോൾ ഞാനവിടെ വേണം. നിധിയുടെ അമ്മ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. ചേച്ചി വന്ന് പറയും, ഈ വെള്ളമെങ്കിലും കുടിക്കാമേ. അമ്മ പറയും, ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? ചാവട്ടെ. രാജീവേട്ടൻ മുറി കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എനിക്കെന്തോ പേടി തോന്നുന്നു പറഞ്ഞിട്ട് പോയി വാതിലിൽ മുട്ടി നോക്കുകയാണ്. കുറച്ച് മുട്ടുമ്പോൾ നിധിയുടെ അച്ഛൻ പറയും, കുറച്ച് നേരം ഞാൻ തനിയെ ഇരിക്കട്ടെ ഹേമയെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് സമാധാനമാവും. ചേച്ചി പറയും, ഞാൻ പറഞ്ഞില്ല അമ്മേ. അമ്മ പറയും, പേടിയായിട്ടാ മോളെ. എനിക്കറിയാം രാജീവേട്ടൻ്റെ മനസ്സ്. എങ്ങനെ ഇരിക്കേണ്ട വീടാ ഇപ്പം ഇങ്ങനെ ആയില്ലേ? നീ എപ്പോഴും അവളുടെ കൂടെ അല്ലായിരുന്നു? ഒരു സൂചന പോലും നിനക്ക് കിട്ടിയില്ലേ? ചേച്ചി പറയും, സൂര്യയെ അവൾക്ക് ആദ്യം മുതലേ ഇഷ്ടമല്ലായിരുന്നു. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയതാ അവള്. അമ്മ പക്ഷേ സൂര്യയെ കുറ്റം പറയാതെ സുധിയുടെ കൂടെ പോയതിനെ കുറ്റപ്പെടുത്തി പറയാണ്. വീട്ടിൽ വന്നവർ ചേച്ചിയോട് ചോദിക്കും, സാന്ദ്രേ, അരുൺ എവിടെ? ഇവരുടെ കൂടെ വന്നിട്ടില്ലല്ലോ. സാന്ദ്ര പറയും, ഞാൻ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അവർ ചോദിക്കും, ഇനി അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോവോ? അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും സാന്ദ്രയ്ക്കും പേടിയാവും. അവർ സാന്ദ്രയോട് വിളിച്ചു നോക്കാൻ പറയും. വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. സുഭാഷിൻ്റെ മുറപ്പെണ്ണിൻ്റെ വീട്ടിൽ അമ്മ എന്തോ അലക്കിയിടുകയാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ അമ്മ ചോദിക്കും, എവിടുന്ന് ഈ പാട്ട്? കുറേ നേരമല്ലോ. സുഭാഷിൻ്റെ മുറപ്പെണ്ണ് പറയും, അത് സുഭാഷേൻ്റെ വീട്ടിലാണെന്നാ തോന്നുന്നു. അവൻ്റെ അച്ഛൻ എന്താ ചത്തോ? അതിലൂടെ വരുന്ന രണ്ടാളോട് അവളുടെ അമ്മ ചോദിക്കും, ആ പാട്ട് കേൾക്കുന്നത് എവിടുന്നാടാ? അത് നിങ്ങളുടെ ഭാസ്കരേട്ടൻ്റെ വീട്ടിൽ നിന്നാ. ഇത് കേൾക്കുമ്പോൾ അവർ നിലത്തേക്ക് തുപ്പിയിട്ട് പറയും, എൻ്റെ ഭാസ്കരേട്ടനോ? അതൊക്കെ പണ്ടായി തീർന്നാ. അപ്പോൾ അവർ ചോദിക്കും, പിന്നെന്തിനാ ചോദിക്കുന്നത്? അതിപ്പോൾ അത് എവിടുന്നാന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയും. പാട്ട് മാത്രമല്ല, എന്തോ ആഘോഷമൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാണ്. അമ്മ ഇങ്ങനെ മനസ്സ് പറയും, ആഘോഷമോ? ഇനി സുഭാഷിൻ്റെ കല്യാണം വല്ലതും ആണോ? ഉറപ്പെണ്ണ് ഇതൊക്കെ കേട്ട് ഞെട്ടിയിട്ട് എണീറ്റ്, ഞാനറിയാതെ. അമ്മ പറയും, നീ ഒരു കാര്യം ചെയ്തേ, നീ അവിടെ പോയിട്ടൊന്ന് അന്വേഷിച്ച് വന്നേ. അതിന് ഞാനവിടെ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ഓ, നീ അമ്മയെ അനുസരിച്ച് പോവാതിരിക്കലാണല്ലോ. പോയിട്ട് വാടി. അവളവിടെ പോയിട്ട് ചോദിച്ചിട്ട് അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ ഫോൺ വാങ്ങിച്ചിട്ട് പാട്ട് നിർത്തും. എന്നിട്ട് ചോദിക്കും, ഇവിടെ എന്തിനാ ഈ പാട്ടും ഡാൻസും ഒക്കെ? ആരുടെങ്കിലും ബർത്ത്ഡേ ആണോ? നികേഷ് പറയും, അതൊന്നുമല്ല, എൻ്റെ ചേട്ടൻ്റെ കല്യാണം, മേടിച്ച് പാട്ട് വെക്കടാന്ന് പറയും. കൂടെയുള്ള ഒരാൾ പിന്നെയും പാട്ട് വെക്കാണ്. അവൾക്ക് ചുറ്റും ഇങ്ങനെ ഡാൻസ് കളിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഹരീഷ് ചോദിക്കും, നിന്നോട് എന്തിനാ പറയുന്നത്? എൻ്റെ അമ്മയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് എന്നോട് പറയണ്ടേ? ഞാൻ എന്നും ഇങ്ങോട്ട് വരുന്ന ആളല്ലേ. സുഭാഷ് പുറത്ത് വന്നിട്ട് എനിക്കല്ല സുധീഷിനാണ് കല്യാണം എന്ന് പറയുമ്പോൾ അവൾക്കൊരു സമാധാനമാവും. നിധിയുടെ അച്ഛനാണെങ്കിൽ വീട്ടിൽ നിധിയെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എങ്ങനെ നാട്ടുകാരുടെയൊക്കെ മുഖത്ത് നോക്കും? സുഭാഷ് രണ്ട് ആരതിയായിട്ട് വരികയാണ്. അവർ വരുമ്പോൾ ഒഴിയാൻ. അവൾ പറയും, ആരതി ഒഴിയല് പെണ്ണുങ്ങളാണ്. സുഭാഷ് ഹരീഷിനോട് ചോദിക്കും, എടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾ പറയും, ഞാനും ഒഴിയാം. നിൻ്റെ അമ്മ വഴക്ക് പറയോ? അമ്മയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ. നികേഷ് ഓടി വന്ന് വിളിച്ചു പറയും, സുഭാഷ് ഏട്ടാ, ദാ സുധീഷ് ഏട്ടൻ എത്തി, ഒപ്പം കല്യാണപ്പെണ്ണുണ്ട്. സുധീഷ് മുറ്റത്തെത്തുമ്പോൾ തന്നെ മനസ്സ് പറയും, അയ്യോ, നാട് മുഴുവൻ അറിഞ്ഞ ലക്ഷണമുണ്ടല്ലോ. നിധി ചോദിക്കും, എന്താ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നത്? സുധി പറയും, അറിയില്ല, പോലീസ് സ്റ്റേഷനിൽ എങ്ങാനും ലീക്കായതാവെന്ന് പറയും. നികേഷ് വന്നിട്ട് ജീപ്പിന് ചുറ്റും കൂടിയവരൊക്കെ മാറ്റാണ്. എന്നിട്ട് സുധിയെ പുറത്തിറക്കും. പിന്നെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലൊക്കെ ആവും. ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് സുധിയും നിധിയും കൂടെ. നികേഷ് ചോദിക്കും, എങ്ങനെയുണ്ട്? കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. നിധി ചോദിക്കും, എന്തിനാ ഈ പാട്ടും പടക്കമൊക്കെ? അവിടെ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് സുഭാഷ് അത് കത്തിക്കാൻ തുടങ്ങുമ്പോൾ അമ്മായി വന്നിട്ട് അവൾക്കൊരു അടിയും കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടുന്ന്. സുഭാഷ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ആരതി എടുത്തിട്ട് നികേഷിനോട് ഒഴിപ്പിക്കുകയാണ്. അവരെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. വെറുതെ ഒരു വരലല്ല, ഒരുപാട് ഒച്ചയൊക്കെ ഉണ്ടാക്കിയാണ് വരുന്നത്. മുറ്റത്തെത്തിയ ഉടനെ തന്നെ പറയും, സ്ഥലത്തെ എല്ലാ പ്രമാണിമാരും ഉണ്ടല്ലോ, കണ്ടടാ എൻ്റെ മകൻ കല്യാണം കഴിച്ചത്? ഭാസ്കറിന് ഇപ്പം മനസ്സ് നിറഞ്ഞടാ, സന്തോഷം കൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ വയ്യ. അതും പറഞ്ഞ് അവിടെ നിന്ന് മദ്യപിക്കുകയാണ്. അവിടെ വെച്ച പാട്ടിന് ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അത് കഴിഞ്ഞ് നിധിയുടെ അടുത്തേക്ക് പരിചയപ്പെടാൻ വരും. നിധിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ആകെ പേടിയാവും. സുഭാഷ് വന്ന് അച്ഛനെ കൂട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നികേഷിനോട് പറയും, പോയിട്ട് ബാഗ് എടുത്ത് വാന്ന് പറയും. നികേഷ് ജീപ്പിൽ നിന്ന് ബാഗ് എടുത്ത് കൊണ്ടുവരും. അതെടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കും. നിധി ബാഗും വാങ്ങി ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് സുധി വലത് കാലെന്ന് പറയുമ്പോഴേക്കും നിധി ഇങ്ങനെ സുധിയെ നോക്കുകയാണ്.